എന്താണെങ്കിലും ഈ ലീഗ് 5 മന്ത്രിസ്ഥാനത്തു നിന്നൊരു വിട്ടുവീഴ്ചയും നടത്തില്ല എന്ന് തന്നെയാണ് ലീഗ് ഉന്നത നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു തരത്തിലും നേരത്തെ അനുവദിച്ച അല്ലെങ്കിൽ നേരത്തെ ലീഗിനുണ്ടായിരുന്ന 5 മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒരെണ്ണം പോലും വിട്ടുകൊടുക്കേണ്ട സാഹചര്യമില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ 2 സീറ്റ് അധികം കിട്ടിയ സാഹചര്യത്തിൽ അതിന് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടത്തിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. ഇവിടെ ലീഗിനുള്ളിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഉരുത്തിരിയാത്തൊരു പ്രധാന പ്രശ്നം മന്ത്രിമാരുടെ പേരുകളാണ്. അതിൽ 2 പേരും PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, ഇവർ 2 പേരും ഏറെക്കുറെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ജില്ലാ അടിസ്ഥാനത്തിൽ ഈ ഒരു പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, വിവിധ ജില്ലകളിലെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നതാണ് ഇപ്പോഴിവിടെ ലീഗിൻ്റെ തീരുമാനം വൈകാനുള്ളൊരു കാരണമായിട്ടുള്ളത്. KM ഷാജിയെ, അദ്ദേഹം കോഴിക്കോട് ജില്ലക്കാരനാണ്, കോഴിക്കോട് സ്വദേശിയാണ്, കോഴിക്കോടിൽ സ്ഥിരതാമസമുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ മലപ്പുറം ജില്ലയുടെ കണക്കിൽ മന്ത്രിയാക്കാനാകില്ല എന്ന് മലപ്പുറം ജില്ലക്കാരും, എന്നാൽ അദ്ദേഹം മത്സരിച്ചത് വേങ്ങരയായതുകൊണ്ട് കോഴിക്കോടിൻ്റെ കണക്കിൽ ഉൾപ്പെടുത്തേണ്ട, കോഴിക്കോട് നിന്ന് പാറക്കൽ അബ്ദുള്ളയെ തന്നെ മന്ത്രിയാക്കണം എന്നുള്ള ഒരു ആവശ്യം കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികളും ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് അബ്ദുൽ ഗഫൂറിനെ മന്ത്രിയാക്കണമെന്നൊരു ആവശ്യം തെക്കൻ മേഖലയുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കണമെന്നൊരു ആവശ്യമാണ് വരുന്നത്. അത് ഏകദേശം നേതൃത്വം അംഗീകരിച്ച ഒരു കാര്യമാണ് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ട് 2 പേരുകളിൽ PK ബഷീറോ KM ഷാജിയോ, ഈ 2 പേരിൽ ഒരാൾ മന്ത്രിയാകുമെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. നേരത്തെ PK ബഷീർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു എന്ന തരത്തിലായിരുന്നു വാർത്തകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിരുന്നു. പക്ഷേ ജില്ലാ അടിസ്ഥാനത്തിൽ എല്ലാവരെയും പരമാവധി പ്രാതിനിധ്യമുള്ള ജില്ലകളിൽ നിന്നുള്ള അംഗങ്ങളെ ഉൾക്കൊള്ളിക്കണമെന്ന നിർദ്ദേശമുള്ളതിനാൽ 2-ൽ ഒരാളെ KM ഷാജിയോ PK ബഷീറോ എന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറും. അതുപോലെ തന്നെ പാറക്കൽ അബ്ദുള്ള, AKM അഷ്റഫിന് സാധ്യത, കാസർഗോഡ് സാധ്യത കുറവാണ് എന്ന തരത്തിലാണ് വരുന്ന വിവരം. പാറക്കൽ അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. എന്നുണ്ടെങ്കിൽ ഇന്ന് ചേരുന്ന പാർട്ടിയുടെ പാർലമെൻ്ററി കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തുക. ഉച്ചയ്ക്ക് 12 മണിയോടെ ഇതിൽ ധാരണയാകുമെന്നാണ് അറിയാനാകുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ എന്നിവരുടെ പേര് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അബ്ദുൽ ഗഫൂറിൻ്റെ സാധ്യതകളും ഏറെയുണ്ട്. പിന്നെയുള്ള 2 സ്ഥാനങ്ങളിലേക്കാണ് PK ബഷീറും KM ഷാജിയും പാറക്കൽ അബ്ദുള്ളയുടെയും പേരുകൾ പരിഗണിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് ഉച്ചയോടെ ഇക്കാര്യത്തിലൊരു കൃത്യമായ ധാരണ എത്താൻ സാധിക്കും. ഇപ്പോൾ തന്നെ PK ബഷീറിൻ്റെ പേര് ഒഴിവാക്കിയ തരത്തിലുള്ള വാർത്തകളോട് വലിയ തോതിൽ തന്നെ വൈകാരികമായിട്ട് തന്നെ പ്രതികരണങ്ങളും പ്രവർത്തകരുടെ ഭാഗത്തും വരുന്നുണ്ട്. കാരണം PK ബഷീർ അദ്ദേഹത്തിൻ്റെ ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ശൈലിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം അങ്ങനെയാണുള്ളത്.